നമസ്കാരം. പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സമ്പത്ത് കുറെ ഉണ്ടെങ്കിലും ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇതിനെ മറികടക്കാൻ സഹായിക്കുന്ന ചില വാസ്തു പരിഹാരങ്ങളുണ്ട്. ധാരാളം പണം വീട്ടിൽ വന്നാലും ഇത് കയ്യിൽ നിൽക്കുന്നില്ലെന്ന നഷ്ടപ്പെടുന്നു എന്ന് പരാതി പറയുന്നവർ ധാരാളമുണ്ട്. വാസ്തുപ്രകാരം ഈ പ്രശ്നം ഒഴിവാക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് പലതും നാം വീട് നിർമ്മിക്കുമ്പോഴും മറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും വാസ്തുദോഷങ്ങളാണ് ഇത്തരത്തിലെ പ്രശ്നങ്ങൾക്കും വീട്ടിലെ നെഗറ്റീവ് ഊർജത്തിനുമെല്ലാം ഇടയാകുന്നത്. ഇതിന് പണം കന്നിമൂലയിൽ സൂക്ഷിക്കാൻ ഒരിടമുണ്ടാകണം. അതായത് അലമാര ഉണ്ടാകണം. ഇത് വടക്ക് ദിക്കിലേക്ക് തുറക്കണം. ഇവിടെ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്നത് ഗുണം നൽകും. ധാരാളം പണം വച്ചില്ലെങ്കിലും അല്പം പണം വയ്ക്കാം. അതുപോലെ കന്നിമൂല വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കന്നിമൂല എന്നത് കുബേരമൂല എന്നും പറയാം. കുബേരനാണ് ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദേവൻ. ഇതിനാൽ തന്നെ ഈ ഭാഗത്ത് പണം സൂക്ഷിക്കുന്നത് നല്ലതാണ്. കയ്യിലെ പണം മുഴുവൻ സൂക്ഷിച്ചില്ലെങ്കിലും അല്പം ഈ ഭാഗത്ത് വരും വിധത്തിൽ വയ്ക്കാം. വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന കാര്യം, വീടിന്റെ 2ാം നിലയിൽ വാസ്തു നോക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പലർക്കും ഉണ്ടാകാം. വീട് പണിയുമ്പോൾ കന്നിമൂല ഭാഗത്ത് മുറി പണിയണം. ഇവിടെ ഓപ്പൺ ടെറസോ തുറന്നിട്ട സ്ഥലമോ ആകരുത്. ഇങ്ങനെ ചെയ്യുന്നത് വാസ്തുപ്രകാരം ദോഷം വരുത്തുന്നു. ധനച്ചിലവിന് ഇത് കാരണമാകുന്നു. താഴെയാണെങ്കിലും കന്നിമൂല ഒഴിഞ്ഞു കിടക്കരുത്. അത് സിറ്റൗട്ടോ മറ്റോ ആക്കരുത്. ഇത് പോസിറ്റീവ് ഊർജം നഷ്ടപ്പെടാനും കാരണമാകുന്നു. പൂജാമുറി. വാസ്തുപ്രകാരം പൂജാമുറി ക്ഷേത്രം പോലെ ആകേണ്ടതില്ല. ദേവാലയം മനുഷ്യാലയത്തിൽ വേണ്ടതില്ലെന്ന് വാസ്തു പറയുന്നു. പൂജാമുറി വീട്ടിനകത്ത് എല്ലായിടത്തും ദർശനം കിട്ടുന്ന വിധത്തിലാണ് നല്ലത്. വടക്ക് കിഴക്കേ ഭാഗത്ത് പൂജാമുറി വളരെ നല്ലതാണ്. പൂജാമുറി വാസ്തുപ്രകാരം നോക്കി പണിയുന്നതാണ് നല്ലത്. 2 നില വീടാണെങ്കിൽ 2 നിലയുള്ള വീടാണെങ്കിൽ 2ാം നിലയിൽ വെക്കുന്നത് കൊണ്ട് ദോഷവുമില്ല. വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും തുറന്നിടുന്ന രീതിയിൽ നല്ലതാണ്. ഇവിടെ മുറികൾ പണിയാത്ത തുറന്ന സ്ഥലമായിട്ടിടാം. ഇത് തുറന്നു കിടക്കുന്ന രീതിയെങ്കിൽ കൂടുതൽ നല്ലതാണ്. തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കഴിവതും തുറന്ന ഭാഗങ്ങളോ വാതിലുകളോ വരരുത്. ഈ വിധത്തിൽ വാസ്തു നോക്കി വീട് നിർമ്മിച്ചാൽ ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല.